നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു പൊടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മഴക്കാലമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ ഉണ്ടാവുക പതിവാണ്. അപ്പോൾ ഈ അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കാനും നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു മരുന്ന് പൊടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു പൊടി തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊന്ന് എള്ള്, മുതിര, ഞവരേരി, റാഗി, നിലക്കടല, പിന്നെ കാഷ്യൂനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയുടെ ഇടയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കുടിക്കാനായിട്ടൊക്കെ നമ്മൾ ഈ ഞവരേരി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളുടെ വീടുകളിൽ സാധാരണയായി ഉള്ളവ തന്നെയാണ്. ഞവരേരി ഒഴികെ മറ്റുള്ളതെല്ലാം ഞാൻ ഒരു ചെറിയ കപ്പിന് 1 കപ്പാണ് അളന്നെടുത്തിരിക്കുന്നത്. ഞവരേരി മാത്രം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോ ചേരുവകളും നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് നന്നായി വറുത്തെടുക്കണം. ചെറു തീയിൽ വെച്ച് വേണം വറുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറു തീയിൽ വെച്ച് വറുത്തെടുക്കണം എന്ന് പറയുന്നത്. ആദ്യം ഞാൻ ഞവര റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായി കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതിനാൽ നമ്മളിത് നന്നായി കഴുകിയതിന് ശേഷം ഒരു നല്ല തോർത്തിലേക്ക് വിരിച്ചിട്ട് കൊടുക്കുക. ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ നന്നായി ഉണങ്ങിക്കിട്ടും. അതിന് ശേഷം വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പം ഞവര റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറു തീയിൽ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇത് പൊട്ടുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് പൊട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ആയുർവേദത്തിലെ ഏറ്റവും മികച്ച ധാന്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഞവരേരി. വാതത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഞവരേരി. യൗവനം നിലനിർത്താൻ സഹായിക്കുകയും ക്ഷീണം, ബലക്ഷയം, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് നല്ലൊരു പരിഹാരമായിട്ടും ഞവരേരി നമുക്ക് ഉപയോഗിക്കാം. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഞവരേരി കൊണ്ടുള്ള ഭക്ഷണം നല്ലതാണ്. സാധാരണ റൈസ് കൊണ്ടുള്ള ഭക്ഷണം ഷുഗറുള്ളവർക്ക് നല്ലതല്ല. പക്ഷേ ഞവരേരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഷുഗറുള്ളവർക്ക് സുരക്ഷിതം തന്നെയാണ്. ഇപ്പോൾ ഈ ഞവര റൈസൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. ദിവസവും ഒരു പിടി കശുവണ്ടി കഴിക്കുന്നത് ഹൃദ്രോഗം, അർബുദം, പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ തടയാൻ സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒന്നാണ് കശുവണ്ടി പരിപ്പ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ, പ്രോട്ടീൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കുന്നതിനാൽ ഷുഗർ ഉള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കശുവണ്ടി. കശുവണ്ടി സ്ഥിരമായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണ്. കശുവണ്ടി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബദാമാണ് വറുത്തെടുക്കേണ്ടത്. ബദാമിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ, മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഉൾപ്പെടെ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ബദാമിലെ ഉയർന്ന മഗ്നീഷ്യം രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ബദാം നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ബദാമിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ മുടികൊഴിച്ചിൽ, അകാലനര എന്നിവയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് നിലക്കടലയാണ് വറുത്തെടുക്കേണ്ടത്. നിലക്കടലയിൽ ധാരാളം പ്രോട്ടീനും നാരുകളും വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ബലത്തിനും വയറിലും കുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിനെയൊക്കെ ചെറുക്കാനും നിലക്കടല വളരെയധികം സഹായിക്കുന്നു. ഞാനിവിടെ തൊലിയുള്ള നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതിന് ശേഷം നമുക്ക് നിലക്കടലയുടെ തൊലി പൂർണ്ണമായും കളയേണ്ടതാണ്. ഇത് വറുക്കുന്ന സമയത്ത് നന്നായി ഇതിൻ്റെ കളറൊന്ന് മാറുകയും അതുപോലെ തന്നെ ഇത് പൊട്ടാൻ തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലക്കടലയൊക്കെ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് മുതിരയാണ്. മുതിരയിൽ ധാരാളം അയൺ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് രക്തക്കുറവുള്ളവർക്ക് മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ക്രമമല്ലാത്ത ആർത്തവം ക്രമപ്പെടുത്തിയെടുക്കാനും മുതിര കഴിക്കുന്നത് സഹായിക്കും. തുടർച്ചയായ ജലദോഷം, കഫക്കെട്ട്, ശ്വാസമുട്ടൽ എന്നിവയുള്ളവർക്കും മുതിര നല്ലൊരു ഭക്ഷണമാണ്. മഴക്കാലത്ത് മുതിര കൊണ്ട് സൂപ്പ് തയ്യാറാക്കി ചൂടോടെ കുടിക്കുന്നത് കാലജന്യ രോഗങ്ങളെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു കർക്കിടകപ്പൊടിയിൽ മുതിര ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് നമ്മളെടുത്തത്. മുതിര വറുത്ത് വരുന്ന സമയത്തും ഇത് നന്നായിട്ട് പൊട്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ മുതിര ഇവിടെ പാകമായിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് റാഗിയാണ്. റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫുഡാണ് റാഗി. റാഗിയിലും ധാരാളം അയൺ കണ്ടൻറ്റും അതുപോലെ ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഇരുമ്പിൻ്റെ അംശം കുറവുള്ളവർക്ക്, രക്തക്കുറവുള്ളവർക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് റാഗി. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ്. ഷുഗർ ഉള്ളവർക്ക് ഉത്തമമായ ഒരു ഭക്ഷണമാണ് റാഗി. റാഗിയും നല്ലതുപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം വേണം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. റാഗിയുടെ കളറും ചെറുതായി മാറി വരികയും ഇത് നന്നായിട്ട് പൊട്ടി വരികയും ചെയ്യുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റാഗിയും ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. റാഗി നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റാഗി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ചെറു തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. എല്ലാം ചെറു തീയിൽ തന്നെ ഇടണം. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളത് എള്ളാണ്. റാഗിയും വെള്ളം നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഏറ്റവും ചെറിയ തീയിൽ തന്നെ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. എള്ളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടും ദഹന പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിനും സഹായകമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ പതിവായി എള്ള് ഉൾപ്പെടുത്തിയാൽ ശരീരത്തിന് വളരെ നല്ലതാണ്. എള്ളിൽ ധാരാളമായി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് അസ്ഥിക്കും എല്ലുകളുടെ ബലത്തിനും ഒക്കെ നല്ലതാണ്. കൈകാൽ വേദന, മുട്ടുവേദന, നടുവേദന എന്നീ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ എള്ളും നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അതേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് പൊടിക്കുന്നില്ല. ഓരോന്നോരോന്നായിട്ട് മാത്രമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഞവര റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞവരേരി പൊടിഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പൊടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പൊടിച്ചെടുത്ത ഞവര റൈസ് മാറ്റി കൊടുക്കാം. പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മിക്സിയുടെ ജാറും വെള്ളമയം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്ന പാത്രത്തിലും ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ എടുക്കുന്ന സ്പൂണോ തവിയോ എന്തോ ആയിക്കോട്ടെ, അതും വെള്ളമയം ഒട്ടും ഉണ്ടാവാതെ നന്നായിട്ട് ഉണക്കിയെടുത്തതായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊടി കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും കേടാവാൻ തുടങ്ങും. രണ്ടാമത് ഞാൻ എള്ളാണ് പൊടിച്ചെടുക്കുന്നത്. എള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ നന്നായിട്ട് പൊടിച്ചാണെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എള്ളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിടുമ്പോൾ എള്ള് നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ എള്ളിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഞവരയരി പൊടിച്ചതും എള്ളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുമ്പോഴും നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതെന്ന് നന്നായിരിക്കും. ഇനി നമുക്ക് നിലക്കടല പൊടിച്ചെടുക്കാം. നിലക്കടല തോലോടുകൂടി പൊടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഗ്യാസ് പ്രശ്നമുണ്ടാവില്ല എന്നാണ് അതിനുള്ള കാരണം. ഞാനിപ്പം തോല് കളഞ്ഞിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിലക്കടല പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങനെ പൊടിയായി പോകണ്ട. ചെറിയ രീതിയിൽ നമുക്ക് കടിക്കാനുള്ള ഒരു പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ നിലക്കടല പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ചെറിയ ഒരു ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് തരികളാക്കി എടുത്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി പൊടിച്ചെടുത്തതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം ചെറിയ രീതിയിൽ കടിക്കാനുള്ള ഒരു പാകത്തിനാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിലക്കടല പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കശുവണ്ടിയും ബദാമും കൂടെ ഒരുമിച്ചിട്ടാണ് പൊടിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ലതായിട്ട് പൊടിച്ചെടുക്കുന്നില്ല. ചെറിയ രീതിയിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് പൊടിക്കുന്നത്. ബദാമും കശുവണ്ടിയും നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബദാമിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ മട്ട റൈസ് ഇതുപോലെ വറുത്തെടുത്ത് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ചെറുപയർ, അങ്ങനെയുള്ള പല പല ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്തെടുക്കാം. ആശാളി, കരിഞ്ജീരകം, ഇതൊക്കെ നമുക്ക് കർക്കിടക പൊടിമരുന്നിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് മുതിര പൊടിച്ചെടുക്കാം. മുതിര പൊടിച്ചെടുക്കുമ്പം മുതിര നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം. അല്ലെങ്കിൽ മുതിരയുടെ തരി കടിക്കുന്നത് അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മുതിര നല്ലതായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ മുതിരയും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്താൽ മതിയാവും. ഇനി മുതിരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മുതിരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്.
നമുക്ക് ഏകദേശം 1 മാസം കഴിക്കാനായിട്ടുള്ള അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിക്കാവുന്നതാണ്. ഇനി ഇത് ഉണ്ടയായിട്ട് തയ്യാറാക്കുന്നവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെയാകുമ്പോൾ രാവിലെയും വൈകിട്ടും ഓരോ ഉണ്ട വീതം കഴിച്ചാൽ മതി. അവസാനമായി ഞാൻ റാഗിയാണ് പൊടിച്ചെടുക്കുന്നത്. റാഗിയും നന്നായിട്ട് തന്നെ നൈസായി നമ്മൾ പൊടിച്ചെടുക്കണം. റാഗി പൊടിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൊടിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളമയം ഒട്ടുമില്ലാതെ നന്നായിട്ട് വറുത്തെടുത്തവയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറും അതുപോലെ ഈ പാത്രവും ഈ തവയും ഒക്കെ നന്നായിട്ട് വെള്ളമയം ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ ഈ പൊടി കുറച്ചധിക കാലം കേടുകൂടാതെ ഇരിക്കും. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ കർക്കിടകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് പൊടി മാത്രമായിട്ട് കഴിക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അപ്പോൾ ചിരകിയെടുത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിങ്ങനെ തിന്നാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പൊടിയായിട്ടാണ് ഇഷ്ടമെങ്കിൽ പൊടിയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ രാവിലെ ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ വീതം രാവിലെയും വൈകിട്ടും കഴിക്കാം. ഇനി മറ്റൊരു രീതിയിൽ കഴിക്കാവുന്നത് തേങ്ങയും ഈ കർക്കിടകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ചൂടോടുകൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടയായിട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. പൊടിയായിട്ടൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ശർക്കര കുറച്ചെടുത്ത് ഉരുക്കിയതിന് ശേഷം ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്ത് കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടി ഉരുളകളാക്കി എടുക്കുക. ഇതുപോലെ ഉണ്ടയാക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കേണ്ട ആ സമയത്ത് അപ്പോൾ തന്നെ ഇതുപോലെ ഉണ്ടയാക്കി കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ കർക്കിടകപ്പൊടി കഴിക്കാനായിട്ട് ആരും മടിക്കില്ല. കാരണം അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വളരെയധികം ഗുണങ്ങളും ഉണ്ട് ഇതിന്. തുടർച്ചയായി 7 ദിവസമെങ്കിലും ഇതുപോലെ കർക്കിടക ഉണ്ട കഴിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കർക്കിടകത്തിൽ ഏത് ഒരു കാര്യം നമ്മൾ ചെയ്താലും കർക്കിടക കഞ്ഞിയാണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് 7 ദിവസം കഴിക്കേണ്ടതാണ്. എങ്കിലേ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇപ്പം ഞാനിതുപോലെ 4 ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.